എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാഫ്രോൺ ലഡു ആണ്. നമ്മൾ കളറോ ടർമറിക്കോ ഒന്നും ഉപയോഗിക്കാതെ എങ്ങനെ ഉണ്ടാക്കുമോ നമുക്ക് നോക്കാം. നമുക്കിതിനാവശ്യമായിട്ട് 2 കപ്പ് കടലമാവ്, അതായത് ബേസൻ ഫ്ലോർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 1 ടേബിൾ സ്പൂൺ കിസ്മിസ്, പിന്നെ കുറച്ച് സാഫ്രോണിൻ്റെ വെള്ളം, 1.25 കപ്പ് ഷുഗർ, അതേപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ട്. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്. ഇതിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സാഫ്രോൺ വാട്ടറോടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ കുങ്കുമത്തിൻ്റെ വെള്ളം ഏകദേശം 1/4 കപ്പ് ഉണ്ടായിരുന്നു. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടെ മതി. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഒഴിച്ചൊരു ബാറ്റർ പരുവത്തിലാക്കുക. ഒരുപാട് വെള്ളം കൂടരുത്, കൂടിയാലും നമ്മുടെ ലഡുവിനുള്ള ബോൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാ ഈ ഒരു ടൈപ്പ് മതി. ഇനി നമുക്കൊരു ഓയിൽ ചൂടാക്കാൻ വെക്കാം. നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതേപോലെ ഓയിൽ അധികം ഫയർ ആകരുത്, മീഡിയം ഫയർ തന്നെ വേണം. ഇതേപോലൊരു സ്ട്രെയിൻ എടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബോൾസ് ആയിട്ട് തന്നെ കിട്ടും. ഇതേപോലെ ഒന്ന് ഷിവർ ചെയ്യാതെ തന്നെ കിട്ടും. ഒരുപാട് ഫ്രൈ ആക്കരുത്. ഏകദേശം ഒരു 30 to 40 സെക്കൻഡ് മതിയാകും. അതിനുശേഷം നമുക്ക് കോരിയെടുക്കാം. നമുക്ക് മറ്റൊരു സ്ട്രെയിനിലേക്ക് മാറ്റാം നമ്മുടെ ഈ ബൂന്തി. നമുക്ക് 2 കപ്പ് കടലമാവ് കൊണ്ട് ഏകദേശം ഒരു 20 പീസോളം ഉണ്ടാക്കാം. നോർമൽ സൈസിലുള്ള ലഡു ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി തിളച്ചതിന് ശേഷം സിമ്മറിലിടുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് മറ്റൊരു പാനിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉണക്കമുന്തിരി, നമ്മുടെ കിസ്മിസൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഷുഗർ ഏകദേശം കാരമലൈസ് ആകരുത്, ഒരു നൂൽപ്പരുവത്തിലായിരിക്കണം. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച് നമ്മുടെ ബൂന്തി ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറോട് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ബോൾ പിടിക്കാവൂ. നിങ്ങൾക്ക് ലഡുവിൽ നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്യാം. ഏകദേശം 2 കപ്പോളം ഷുഗർ ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ബോൾ പിടിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ബൂന്തി ഒന്നിലൊന്ന് ബ്ലെൻഡറിലൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഷുഗറിൽ ഇടുന്നതിന് മുമ്പ് തന്നെ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇടാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് ബോൾ പിടിക്കുമ്പോൾ ഒരു സ്റ്റിക്നെസ് അതിൽ കിട്ടത്തുള്ളൂ. ലഡു ഉണ്ടാക്കിയതിന് ശേഷം 2 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഉപയോഗിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്.